അല്ലെങ്കിലേ ഈ ചെക്കനാണ് എന്നെ വഴിതെറ്റിക്കുന്നത് ഇവനാണ്. അല്ലെങ്കിലേ എനിക്ക് ഇച്ചിരി കറക്കം കൂടുതലാ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹറിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കൊച്ചു സ്ഥലമാണ് നമ്മുടെ തുബ്ലി വാക്ക് വേ. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഞങ്ങളുടെ റൂമിന് അവിടെ നിന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ, ഒരു 10-20 മിനിറ്റ് നടക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ സ്ഥിരം ഒരു റൂട്ടാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ റോഡ് കേട്ടോ. അതുവേ എനിക്കൊന്ന് കുറച്ച് ചൂട് കുറവാന്ന് തോന്നുന്നു. ഞങ്ങളുടെ റൂം വരുന്നത് തുബ്ലിയിലാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ജിദാലി സൈഡിലേക്കാണ്. ജിദാലിയിലാണ് നമ്മുടെ തുബ്ലി വാക്ക് വേ. പിന്നെ നമുക്ക് അവിടെ കാണാം അറേബ്യൻ ബ്രോസ്റ്റഡ് കാണാം. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും വരും. പിന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണാറുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ എന്നിട്ട് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ബസ്സിലൊക്കെ പോകുന്നത് കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്കും താല്പര്യമുണ്ട് നിങ്ങളുടെ കൂടെ വരാൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടാറുണ്ട്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല സ്പോട്ടുകളൊക്കെ അറിയാമെങ്കിൽ പറ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങൾക്കും അതൊരു വലിയ കാര്യമാണ്. കാരണം ഞങ്ങളും പല സ്ഥലങ്ങളും ഇവിടെ കണ്ടിട്ടില്ല, പോയിട്ടില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. ഇന്ന് ഞങ്ങൾ ദൂരം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ എന്നിട്ട് എവിടെ അങ്ങനെ ഒരു സ്പോട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ 2 മണിയായി എഴുന്നേറ്റപ്പോൾ പിന്നെ അങ്ങനെ ഒരു മടിയായിപ്പോയി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചെന്നാൽ നമുക്ക് തുബ്ലി വാക്ക് വേ പോകാം. അതപ്പോൾ നമുക്ക് കുറച്ച് താമസിച്ചിറങ്ങിയാലും കുഴപ്പമില്ലല്ലോ, നമ്മുടെ അടുത്തല്ലേ, നടന്ന് നമുക്ക് പോയിട്ട് വരാം. ദാഹിക്കുന്നുണ്ട്. നമുക്കൊരു വെള്ളം വാങ്ങിച്ചാലോ? പിന്നെ നമുക്ക് അവിടെ പോയിട്ട് എവിടെയെങ്കിലും ചായ സ്പോട്ടുകളൊക്കെ ഉണ്ടോ നോക്കാം. ചായ കുടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. എത്താറായി കേട്ടോ. ഇനി കുറച്ച് ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതി. പിന്നെ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ടാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് നമുക്ക് ക്രോസ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് സോഹാൻ ഗ്രിൽസ്. അതായത് ഇവിടുത്തെ ഗ്രില്ല് ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ 1-2 വട്ടം വന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ വന്നിട്ടില്ല. നമ്മുടെ സോഹാൻ ഗ്രിൽസ്. വെള്ളം വാങ്ങിച്ചു. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ കുറേ കൊച്ചു കൊച്ചു ഷോപ്പുകളൊക്കെ കാണാം. എന്താണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് പോവാം, നമുക്ക് പിന്നെ വരുമ്പോൾ നോക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ്. ഇതൊരു ബസ് റൂട്ടാണ് കേട്ടോ. എനിക്കൊന്ന് ഇതുവഴി ബസ് നമ്പർ 17 തോന്നുന്നു പോന്നല്ലേ. കണ്ണാടിയൊക്കെ വെക്കാം നമുക്ക്. ആ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഞങ്ങൾ കുറച്ച് സ്പീഡിനാണ് ഒന്ന് ഇച്ചിരി താമസിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഈ ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ വരാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്പീഡിനാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ദൂരമൊന്നും ഇല്ല. എന്നാലും ഞങ്ങളൊന്ന് കുറച്ച് ഓടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് ശാന്തസുന്ദരമായ സ്ഥലമാണ് കേട്ടോ. ആളും ബഹളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫുൾ ബിൽഡിങ്ങുകൾ. അവിടെ നമ്മൾ നമ്മുടെ ആ മെയിൻ റോഡിൻ്റെ അവിടെ കണ്ടില്ല. അവിടെ കണ്ടു കഴിഞ്ഞാൽ ഷോപ്പുകൾ അതൊക്കെ ഉള്ളു. അവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ. പക്ഷെ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇങ്ങനെ എല്ലാം കൂടുതലും ബിൽഡിങ്സ് ആണ്. എല്ലാവരും താമസിക്കുന്ന ഒരു ഏരിയയാണ്. എനിക്കൊന്നും അധികം വലിയ കോൾഡ് സ്റ്റോറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പൊതുവെ ഒന്നും അങ്ങനെ കണ്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് തുബ്ലി വാക്ക് വേയിലെത്തി. ഞാൻ പറഞ്ഞല്ലേ, ശാന്തസുന്ദരമായ സ്ഥലമാണ്. ഇപ്പൊ ഉച്ചയാളും എനക്കൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ ആളും പേരൊക്കെ വരും കേട്ടോ. ഞങ്ങൾ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അവിടുന്ന് ഓടിപ്പടച്ച് വരുമായിരുന്നു ഞങ്ങള്. ഇരുട്ടുന്നതിന് മുമ്പ് ഇനി വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ തുബ്ലി വാക്ക് വേ.
അപ്പോൾ ഇതാണ് ഇവിടെ ഇന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടുന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കണ്ടോ. ഇവിടുത്തെ നമ്മുടെ മനാമയിലെ ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ ഇന്ന് കാണാം. കണ്ടോ. അതുപോലെ തന്നെ നഗരത്തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ തുബ്ലി വാക്വേ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കടൽക്കാറ്റൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സ്വസ്ഥവും സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ്. വലിയ ബഹളമോ ഒച്ചപ്പാടോ ഒന്നുമില്ല. വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ കുഞ്ഞു തുബ്ലി വാക്വേ. അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും ഈ കായലിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമുക്കിങ്ങനെ സ്വസ്ഥ സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനാമയിലെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്ക് അടിപൊളിയാണ്. വൈകുന്നേരമൊക്കെ ഇറങ്ങി വന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്, വന്നിരിക്കാനും നല്ലതാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ തുബ്ലിയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇത്രയും ദൂരം വന്ന് ഇവിടെ വന്ന് നടക്കാൻ ഒക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് അത് നല്ലൊരു സംഭവമാണ്. ഇപ്പം നമ്മൾക്ക് ആഴ്ച നമ്മൾ ചെറിയ ചെറിയ എക്സസൈസ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ 10-20 മിനിറ്റ് നടക്കണമെന്നല്ലേ പറയുന്നത്. അതൊക്കെ ചെയ്യാനാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ എവിടെ നടക്കാൻ പോകാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 300-400 മീറ്റർ വീതിയുള്ള ചെറിയൊരു നടപ്പാതയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കായലാണ്. ഇത് കായലല്ലേ, അത് കടലാണോ? കായൽ. അപ്പോൾ കായൽ കാറ്റൊക്കെ ആയിട്ട് നമുക്കിവിടെ വന്ന് വിശ്രമിക്കാനുള്ള ഒരു കൊച്ചു സ്ഥലം. പിന്നെ പൊതുവെ ഇവിടെ തിരക്ക് കുറവാണ്. സൂര്യാസ്തമയമൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇരിക്കാം. പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി ഇങ്ങനെ ഇരിക്കാം. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടിങ്ങനെ ഇരിക്കാം നമുക്ക്. അവിടെ ചന്ദ്രൻ വന്നിപ്പോണ്ട്, പക്ഷെ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. പറഞ്ഞില്ലേ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിവിടെ ഉണ്ട്. എനിക്കിതിലിങ്ങനെ പോവാം, പക്ഷേ എൻ്റെ കൈ വേദന എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ വരാം. നമ്മളവിടെ കൂടി ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. കുറച്ചുകൂടെ സ്പീഡ് ചെയ്യണം. ഞാൻ ഇന്നിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതിനെ മണ്ടയ്ക്ക് വന്ന് താഴെ വീഴണം, എൻ്റെ കൈയും കാലും പോലും പോകണം. ഇങ്ങനെയാണോ നോക്കുന്നത്? എന്തെന്നാ ഈ സംഭവം? ഇതെനിക്കറിയത്തില്ല കേട്ടോ. ഇതെന്തിനുള്ള എക്സസൈസ്? ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അല്ലേ പണിയെടുത്ത് കയ്യും കാലും ഒക്കെ പോയിരിക്കുകയാണ്. എന്തിനാണോ ഇതെന്തെങ്കിലും ഫുള്ള് ഇങ്ങനെ ആരെ ആക്കണമെന്നാണ്? എൻ്റെ കൈ ഇത്രയേ ഉള്ളൂ നീളം കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ഇത് ചെയ്യുന്നു. ഇനി ഇതിൽ പറ്റത്തില്ല. ഇനി ഇതിൽ കൂടുതലൊക്കെ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എണ്ണയും കുഴമ്പൊക്കെ പരട്ടിയിട്ട് ഞാൻ വീട്ടിൽ കിടക്കേണ്ടി വരും. ക്ഷീണിച്ച് ഗൈസ്, നമുക്ക് അടുത്തേക്ക് കയറാം. ഇരിക്കണോ? എന്നിട്ട് ആ ചേട്ടൻ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ടോ? ഞാൻ ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? ഇതെനിക്ക് പേടിയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയത്. എനിക്കറിയത്തില്ല ഗൈസ്, ഇതൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഷോ മാത്രം കാണിച്ചു തരാം കേട്ടോ. വേറെന്ത് വിചാരിക്കാന്? ഇതൊക്കെ നിങ്ങൾ എക്സസൈസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ലേ. സത്യം പറഞ്ഞ ഇതൊന്നും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിന് ശരിയായ രീതിയിലാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന്
അറിയത്തില്ല. അപ്പം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്കിങ്ങനെ ഊഞ്ഞാലാടാം. ഇത് കൊള്ളാടെ, അല്ലെങ്കിലേ എനിക്ക് ഇച്ചിരി കറക്കം കൂടുതലാ. ഇത് 2 പേര് കൂടി വേണം കേട്ടോ. അടിപൊളിയാ, സൂപ്പർ. എന്താ പറ്റി കറങ്ങോട്ട് സാധനമേ. കണ്ടോ, നമുക്ക് ഇതുപോലെ ഇവിടൊക്കെ ഇരിക്കാം. ഇവിടൊക്കെ ഇരുന്ന് നമുക്ക് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞു ഇരിക്കാൻ നല്ലതാ. സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. അവിടുത്തെ ആ ബിൽഡിങ്ങുകൾ കണ്ട അടിപൊളിയാണ്. ഒരു ചുമന്ന വെട്ടം വന്ന ആ ബിൽഡിങ്ങിനെ പൊതിയുന്നുണ്ട് അവിടെ. അങ്ങനെ എൻ്റെ ക്യാമറാമാൻ ക്ഷീണിച്ചു ഗൈസ്. ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് കരുതി. എനിക്കും കൂടി. ഇത് ഭയങ്കര വെള്ളം കൂടിയായിപ്പോയി. സ്റ്റാർട്ട് എൻഡ്. അപ്പം നമുക്കിവിടെ തുടങ്ങാം. അപ്പം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പം ഞങ്ങൾ വാക്വേയിലുള്ള നടത്തവും കാര്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പം നമുക്കിനി ഒരു ചായ കുടിക്കണം. അപ്പം നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും ചായ സ്പോട്ട് വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. പൊതുവേ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലം അധികം പരിചയമില്ല. ഞങ്ങൾ അധികം ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടോ ഇല്ലയോ എന്നറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. എന്നിട്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോകാം. അത് കെട്ടിയവൻ എന്നെ ഏതൊക്കെയോ വഴി കൂടെ കൊണ്ടുപോകുന്ന 4 സൈഡും കുറച്ച് ബിൽഡിങ്ങുകളാണ്. എന്നിട്ട് വഴി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാണ്. പക്ഷെ അല്ലെങ്കിലേ ഈ ചെക്കനാണ് എൻ്റെ എന്നെ വഴി തെറ്റിക്കുന്നത്. ഇവനാണ്. ഞാൻ സ്വയം വഴി തെറ്റിയതല്ല, എൻ്റെ കെട്ടിയവൻ എന്നെ വഴി തെറ്റിക്കുന്നതാണ്. കൈയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഏതാണ്ട് മറ്റേ കണ്ടുപിടിച്ചതിൻ്റെ തൊട്ട് എന്തോ പരീക്ഷണം വിജയിച്ചതിൻ്റെ തൊട്ട് ആൾ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ മെയിൻ റോഡിൽ നമ്മളെത്തി. അങ്ങനെ നമുക്ക് ചായ കുടിക്കാൻ പോകാം. അങ്ങോട്ട് കണ്ടോ, നമ്മൾ അങ്ങോട്ട് പോയി ഇതെല്ലാം അടച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം തുറന്ന്. ഇതെന്നെ ഐസ്ക്രീം കടയാണോ? കബാബോ? ഓ ഓക്കെ. അവിടെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഒരെണ്ണം ക്ലോസ് ആണ്. ഇത് ബസ് റൂട്ടാണ്. നമ്പർ 17, ബസ് നമ്പർ 17 ഇതുവഴി പോകുന്നത്. ചായ കുടിക്കാനുള്ള സ്ഥലം തപ്പി ഞങ്ങൾ എലാസിൽ വന്നിട്ടുണ്ട്. എലാസ് റെസ്റ്റോറൻറ്റ്. നമുക്കൊന്ന് നോക്കാം എന്താണ് അവിടുത്തെ സംഭവങ്ങൾ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ എലാസിലാണ് വന്നിരിക്കുന്നു. അപ്പോൾ കഴിക്കാൻ എന്താണ്, നെയ്യപ്പമൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്നത് എൻ്റെ കെട്ടിയൻ്റെ പുതിയ കണ്ടുപിടുത്തം, പൊറോട്ട കുത്തിക്കീറിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ചുറ്റിക്കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവാണ്. പുതിയ വിശേഷങ്ങളും പുതിയ കഥകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.